ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യാനും ഇത്തിരി വോമിറ്റിംഗ് സെൻസേഷനും തുടങ്ങി. ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ബ്രീത്തിങ് ഇഷ്യൂ. ലഡാക്കിൽ പോയപ്പോൾ പലരും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. നമ്മൾ ഏറ്റവും ഹൈറ്റിൽ കയറിയത് ഉമിങ്ങില പോയപ്പോഴാണ്. പക്ഷെ അപ്പം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഉമിങ്ങിലെന്ന് ഇറങ്ങി ഇനി ഹൈറ്റ് കയറേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. തിരിച്ച് ഹാലിൽ പോകുന്ന വഴി ഹാഫ് വേ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു സർപ്രൈസ് കിട്ടി. ഈ വഴിയിലാണ് ഫോത്തില പാസ്. ടയർഡായപ്പോൾ ഹൈറ്റ് ശ്രദ്ധിക്കാതെ പലപ്പോഴും റെസ്റ്റ് എടുക്കാൻ നിർത്തിയത് ഈ പറഞ്ഞ 18,000 ഫീറ്റ് ഹൈറ്റിൽ. 10 മിനിറ്റ് കൂടുതൽ ഇത്ര ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ആയി ഹെയർ പിൻസ് കയറി ഇറങ്ങുമ്പോൾ ഇതെല്ലാം വീഡിയോ എടുക്കുന്ന എന്റെ പില്ലർ റൈഡർക്ക് ബ്രീത്തിങ് ഇഷ്യൂ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യാനും ഇത്തിരി വോമിറ്റിംഗ് സെൻസേഷനും തുടങ്ങി. ചെറിയൊരു ബ്രേക്ക് എടുത്ത് എത്രയും പെട്ടെന്ന് ഹൈറ്റിൽ നിന്ന് ഇറങ്ങി. എത്ര റൈഡ് ചെയ്തിട്ടും തീരാത്ത ഹെയർ പിൻസ്. റൈഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു ചുരുളി ഫീലാണ്. അവസാനം റൂമിലെത്തി ഫുഡും ടാബ്ലറ്റും കഴിച്ച് അന്നത്തെ നൈറ്റ് ഉറങ്ങിയപ്പോൾ എല്ലാം സെറ്റായി.